പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവമക്കളുടെ നടുവിൽ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ ചില സാക്ഷ്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ ആദ്യമേ ഒരു പാട്ടുകൂടി തുടങ്ങണമെന്ന്, 2 വരി പാട്ട് പാടി തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. ആ പാട്ട് പോൾ ബ്രദർ തന്നെ പാടി. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാൻ നമുക്ക് കാരണമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഞാനും നിങ്ങളും ഇന്നിവിടെ ആയിരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയായത് കൊണ്ടാണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പലർക്കും എന്നെ അറിയാം. പുതുതായി കടന്നു വന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. അതിനു മുമ്പായിട്ട് സങ്കീർത്തനം 115 സങ്കീർത്തനം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, അതിൽ പറയുന്നത് എങ്ങനെയാണ്: അവരുടെ ദൈവങ്ങളോ പൊന്നും വെള്ളിയുമാകുന്നു, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, അതിൽ ആശ്രയിക്കുന്നവർ അതിനെ പോലെയാകുന്നു. അതായത് അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും ശ്വസിക്കുന്നില്ല, കൈകളുണ്ടെങ്കിൽ ചലിപ്പിക്കാൻ കഴിയത്തില്ല, കാലുണ്ടെങ്കിൽ നടക്കാൻ കഴിയത്തില്ല. ഈ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ കുടുംബക്ഷേത്രത്തിലെ വെളിച്ചപ്പാടനായിരുന്നു. ഞാൻ കുഞ്ഞുനാൾക്കുൾ മുതലേ അച്ഛൻ്റെ കൈകൾ പിടിച്ച് ക്ഷേത്രത്തിൽ പൂജിക്കാനൊക്കെ പോകുമായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അച്ഛനൊരു ചാരായ ഷാപ്പ് തൊഴിലാളി കൂടിയായിരുന്നു. അപ്പൊ എങ്ങനെ നോക്കിയാലും യേശു കർത്താവിനെ കണ്ടുമുട്ടുവാനോ രുചിച്ചറിയാനോ ആ ഒരു ഇത് എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനത്തെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ലോകസ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുന്നത് കഴിഞ്ഞ 2.5 വർഷങ്ങൾക്ക് മുമ്പാണ്. 2.5 വർഷമായി ഇന്ന് ദൈവത്തെ കണ്ടുമുട്ടി, ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ 2004 ഈ ദേശത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. 2007 ഞാനൊരു RC കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ചു. 2007 മുതൽ ഞങ്ങൾ ഈ ദേശത്ത് ഒരുമിച്ച് ജോലി ചെയ്തു വരുന്നു. 2008 ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി. ആ സമയത്തൊക്കെ എനിക്ക് നല്ല ജോലിയായിരുന്നു, ഏറ്റവും നല്ല ജോലി. ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 2008 നവംബർ മാസത്ത് സാമ്പത്തിക മാന്ദ്യം എന്നൊരു വലിയൊരു കൊടുങ്കാറ്റ് ഞങ്ങളെ ജീവിതത്തെ പിടിച്ചുലച്ചു. എന്നുവെച്ചാൽ എൻ്റെ ജോലി നഷ്ടപ്പെടുവാൻ ഇടയായി. ആ സമയത്ത് എനിക്കൊരു വലിയ ലോൺ ബാങ്കിൽ നിന്നും ഉണ്ടായിരുന്നു. ജോലി നഷ്ടപ്പെട്ടപ്പോൾ എനിക്കത് അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഏകദേശം 3-4-5 മാസം കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ വിളിച്ച് പ്രശ്നം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ബാങ്കിൻ്റെ പിന്നാലെ ഒരുപാട് നടന്നു. എന്ന് വെച്ചാൽ ഏകദേശം ജോലി നഷ്ടപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും ഒരു ജോലി ലഭിക്കുന്നത്. അത് അബുദാബിയിലെ ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചു. അന്ന് ഓഫർ ലെറ്ററും കൊണ്ട് ഞങ്ങൾ ബാങ്കിൻ്റെ അടുത്ത് പോയി. അപ്പോഴേക്കും ബാങ്ക് എനിക്കെതിരെ പോലീസ് കേസ് കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, എനിക്കിപ്പോൾ ജോലിയുണ്ട്, നിങ്ങൾ ഈ 1 വർഷത്തെ മുടക്ക് വന്ന പേയ്മെൻറ്റ് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അവർ പറഞ്ഞില്ല, ഗ്യാരണ്ടിയർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാദറിലോ എനിക്ക് വേണ്ടി ഗ്യാരണ്ടിയർ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ അവർ പറയുന്നത് കൊണ്ട് ചെല്ലുമ്പോൾ അവർ വേറെ എന്തെങ്കിലും പറഞ്ഞ് അതിന് ഉടക്ക് വയ്ക്കുമായിരുന്നു. 1 മാസത്തോളം ഞങ്ങൾ ബാങ്കിൻ്റെ പിന്നാലെ കരഞ്ഞ് പിന്നാലെ പോകുമായിരുന്നു. പക്ഷെ അവർ അതിനൊന്നും തയ്യാറായില്ല. എന്നെ ഒരിക്കലും ഈ കേസിൽ നിന്ന് വിടുവിക്കില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു അവർ നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നിങ്ങളെ വഴി, എനിക്ക് എൻ്റെ വഴിയെന്ന് ഞാൻ അവരെ മുഖത്ത് നോക്കി പറഞ്ഞു. ഈ കെടുക്കാനായിട്ട് ഒരു ഇടം ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടുപിട്ടില്ല. എൻ്റെ മനസ്സിൽ ഭാരമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും പ്രശ്നങ്ങളിരിക്കുമ്പോൾ ഒരു റൂമിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ജോലി ചെയ്യാതെ അവിടെ കിടക്കുമ്പോൾ അവർ ഓരോന്ന് ചോദിക്കുമോ, ഞാൻ എങ്ങനെ പറയുമെന്നുള്ളൊരു ഭാരത്താൽ ഷാർജയിൽ എൻ്റെ കാറിൽ 3 ദിവസം ഞാൻ കിടന്നു. 3 ദിവസം ഞാൻ അപ്പോൾ മമ്മിയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നിടത്ത് മമ്മി പറഞ്ഞിരുന്നു, മമ്മി ഈ വിശ്വാസത്തിൽ വന്നിട്ട് വർഷങ്ങളായതാണ്. അപ്പോൾ മമ്മി പറഞ്ഞു, ബാബു നീ വചനം വായിക്ക്, പുതിയ നിയമം വായിക്ക്. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം, അങ്ങനെ
സുവിശേഷങ്ങൾ വായിക്കാൻ പറഞ്ഞു. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പൊക്കെ മമ്മി എന്നോട് പറഞ്ഞു, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവിനെ വിളിച്ച്. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ പണിയൊന്നുമില്ല, എനിക്ക് കോടാനുകോടി ദൈവങ്ങൾ ഇരിക്കുന്നു. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ്. എന്നുവെച്ചാൽ ഇത്രയും കോടാനുകോടി ദൈവങ്ങൾ ചെയ്യുമ്പോൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട എന്താണെന്ന് അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഇതായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുമായിരുന്നു. പിന്നെ അത്രയും നിർബന്ധം വരുമ്പോഴാണ് ഞാൻ 91-ാമത്തെ സങ്കീർത്തനം എടുത്ത്, പക്ഷെ എനിക്കത് ഒരു ഇതായിട്ട് തോന്നില്ല. ചുമ്മാ ഞാൻ അവർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് കാറിൽ 1-ാമത്തെ ദിവസം കിടന്നു, 2-ാമത്തെ ദിവസം കിടന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 3-ാമത്തെ ദിവസം അപ്പം എൻ്റെ പാസഞ്ചർ സീറ്റിൽ മമ്മി തന്ന ബൈബിൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ മറച്ചു നോക്കി ഞാൻ വായിക്കുന്ന നോർമലി എനിക്ക് ആകെ അറിയാവുന്നത്, വചനത്തിൽ ആകെ അറിയാവുന്നത് 91-ാം സങ്കീർത്തനമാണ്. അങ്ങനെ 91-ാം സങ്കീർത്തനം ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു, ബൈബിൾ വെച്ചു, 2-ാമതും വായിച്ചു, 3-ാമതും വായിച്ചു, 4-ാമതും വായിച്ചു. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ വചനം വായിക്കുമ്പോഴും എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ എന്തോ മാറ്റം വരുന്നു, ഒരു സ്പെഷ്യൽ എനർജി എൻ്റെ മേൽ വരുന്നു, ഒരു ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ ആദ്യം വായിച്ച അതേ സ്വരത്തിലല്ല, അല്ലെങ്കിൽ അതേ ഇതിലല്ല ഞാൻ വീണ്ടും വായിക്കുന്നത്. എൻ്റെ ശബ്ദം കൂടി വന്നു. കാറിൽ എൻ്റെ ഏറ്റവും ശബ്ദത്തിൽ ഞാൻ 91-ാം സങ്കീർത്തനം വായിക്കുകയായിരുന്നു. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നെ തൊടുകയില്ല. ആ വേർഡ് എന്നെ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആക്കി. എനിക്കൊരു വിശ്വാസം ഉള്ളിൽ വന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് വചനം കൂടുതൽ വായിക്കണം, എനിക്ക് കെടുക്കാൻ ഒരു റൂം ദൈവം നൽകണം. അപ്പം എൻ്റെ മനസ്സിൽ കാണുന്നത് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ഞാൻ കാണുന്നു, അതിൽ ഞാൻ കെടുക്കുന്ന ഒരു നോർമൽ ഒരു ചിന്ത, എനിക്കിങ്ങനെ ഒരു റൂം കിട്ടിയാൽ എനിക്ക് വചനം കൂടുതൽ വായിക്കാമെന്നുള്ളത്. അന്ന് 12 മണിക്ക് മുമ്പേ ഒരു സഹോദരനിലൂടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ആ റൂം നൽകി. 1 രൂപ പോലും റെന്റ് കൊടുക്കാതെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ കിടന്നോ, നിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം, നീ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു, എന്തെങ്കിലും പൈസ കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ അൽഷാബ് കോളനിയിൽ അവിടെ അടുത്തുള്ള അൽഷയാവില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് തന്ന് ദൈവം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. ഞാൻ മാത്രമാണ് ജീവിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്തി തന്നു. ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ചെയ്ത ആദ്യത്തെ അത്ഭുതം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു മാസം സെപ്റ്റംബർ മാസം 1 മാസക്കാലം ഞാൻ വചനം എനിക്ക് ഭയങ്കര ആക്രാന്തമായി വചനത്തോട്. കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ദൈവം തരും. അപ്പോൾ ആ ഒരു വിശ്വാസം ആക്രാന്തത്തിലും പുലർച്ചയ്ക്കൊക്കെ കണ്ണും തുറന്നു വെച്ചിരുന്ന് വായിക്കും. ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ഓടിച്ചു വായിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം പകൽ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയില്ല. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ആരുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ എനിക്കൊരു ജോലി വേണം. അങ്ങനെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് പകൽ പ്രാർത്ഥിച്ച് കിടന്നിരുന്നപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ബാബു, ഒരു ജോലിയുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദര, എനിക്ക് 100% സമ്മതമാണ്, ഞാൻ ചെയ്യുന്നു. പിറ്റേ ദിവസം മുതൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ഒരു കാറോട് കൂടി, എൻ്റെ കാറിൻ്റെ ഇൻഷുറൻസ് കഴിഞ്ഞു, രജിസ്ട്രേഷൻ കഴിഞ്ഞു, അതുകൊണ്ട് കാറോട് കൂടിയുള്ളൊരു ജോലി സ്വർഗത്തിലെ ദൈവം നൽകി. അങ്ങനെ എല്ലാവരുമായി പരിചയപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ 2012 ഇതിൽ പാസ്റ്റർ പറഞ്ഞു, നമുക്കിതിൽ നിന്നൊരു വിടുതൽ വേണം, ബാബു ബ്രദർ മുന്നോട്ട് പോകാൻ പറഞ്ഞു, ഈ കേസിൻ്റെ ഇത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനും അനിൽ ബ്രദർ, അജിമാനിൽ നിന്ന് അനിൽ ബ്രദർ, ജോബി ബ്രദർ എല്ലാവരും കൂടി വക്കീലിനെ പോയി കണ്ടു. അത് 2012 സെപ്റ്റംബർ മാസം 23-ാം തീയതി വക്കീലിനെ പോയി കണ്ടു. അങ്ങനെ ഞങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്തു. വക്കീൽ പറഞ്ഞു, ഇത് നിസ്സാരമായ കാര്യമാണ്, ഒരു കേസല്ലേ ഉള്ളൂ. ഫാദറിൻ്റെ പാസ്പോർട്ടും കൊണ്ട്, എൻ്റെ കേസ് അപ്പോൾ മുറാക്കബത്ത് പോലീസ് സ്റ്റേഷനിലാണ്, അവിടെ കൊണ്ടുപോയി ചെല്ലാൻ പറഞ്ഞു. പാസ്പോർട്ടും കൊണ്ടുപോയി. അവിടെ ചെന്ന് ഫാദറിൻ്റെ പാസ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ കേസ് കോർട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ച് അവിടെ ഇരുത്തി. ആൾ പേപ്പർ വർക്കൊക്കെ ചെയ്തു. കാലത്ത് ഞങ്ങൾ പോയതാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും ആൾ എന്നോടൊന്നും സംസാരിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അറബി നേരെ ഓടി വന്നിട്ട്, പോലീസ് വേഷത്തിലല്ല, വേറൊരു വേഷത്തിലാണ്, നിന്റെ പേരിൽ ബർദുബായിൽ വേറൊരു കേസുണ്ട്, 1,70,000 തരാം അവിടെ കൊടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുക്കാനില്ല, ഞാൻ ആകെ 1 ലോൺ എടുത്തിട്ടുള്ളൂ. ഞാൻ 1 ലോൺ എടുത്ത്. ഇല്ല, നീ 1,70,000 തരാം അവിടെ കൊടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അവർ പിന്നെ ഒന്നും ഞാൻ പറയുന്നൊന്നും അവർ കേൾക്കാൻ തയ്യാറല്ല. അവർ നേരെ എന്നെ വിളിച്ച് മുറാക്കബത്ത് പോലീസ് സ്റ്റേഷനിലെ ജയിലിലുണ്ട്, അവിടെ കൊണ്ടുപോയി അടച്ചു. അങ്ങനെ ഈ കേസ് കോർട്ടിൽ നടന്നുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ പേരിൽ 2 കേസാണ്. ഞാനാകെ 1,20,000 ലോൺ എടുത്തത്. 2 കേസാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ബർദുബായ് പോലീസ് സ്റ്റേഷനിലെ കേസാണ് ആദ്യം നടന്നത്. അതിൻ്റെ 2 പ്രാവശ്യം എനിക്ക് ജഡ്ജ്മെൻറ്റ് വന്നത് 2 മാസം ജയിലിലേക്ക് എടുക്കാനാണ്. അങ്ങനെ അതിന്
എതിരെ ഞങ്ങൾ അപ്പീലിന് പോയി. വീണ്ടും എനിക്ക് ഡേറ്റ് മാറ്റി കിട്ടിയത് ജനുവരി 2013 22 തീയതിക്ക് ഡേറ്റ് മാറ്റി കിട്ടിയത്. രണ്ടാമത്തെ കേസ് ഡിസംബർ 31 2012 അന്നാണ് ആദ്യമായിട്ട് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ കേസിന് കടന്നു പോയപ്പോൾ ഞാൻ വായിച്ചിരുന്ന സങ്കീർത്തനം 34 സങ്കീർത്തനം 7 വാക്യം, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഈ വചനവാക്യം ഞാൻ പിടിച്ചു പോയി. അന്ന് എനിക്ക് വന്ന ജഡ്ജ്മെന്റ്, അത് മുറക്കവത്ത് പോലീസ് സ്റ്റേഷനിലെ കേസായിരുന്നു. അന്ന് വന്ന എനിക്ക് ജഡ്ജ്മെന്റ് 10,000 ദിർഹം അല്ലെങ്കിൽ 100 ദിവസം ജയിലിലെന്നായിരുന്നു. അന്ന് അവരെന്നെ, എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ആകെ 10 ദിർഹമേ ഉള്ളൂ. അപ്പൊ അവർക്ക് അത് കാര്യം മനസ്സിലായി. അവർ നേരെ പിടിച്ച് കോർട്ടിന്റെ ജയിലിലിട്ട് അന്ന് രാത്രി തന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. അതിനു മുമ്പ് ഞാനിങ്ങനെ ആരും വിളിക്കാനൊന്നും സമ്മതിക്കുന്നില്ല. എങ്കിലും ഞാൻ പാസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഇതാണ് ജഡ്ജ്മെന്റ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി. എങ്കിലും ദൈവത്തിന്റെ കൃപയാലും ദൈവമക്കളുടെ കൈത്താങ്ങലാലും ജനുവരി 2-3 തീയതി പൈസ അടച്ച് 10,000 ദിർഹം അടച്ചു. ഞാൻ അവിടെ നിന്ന് ജയിലിൽ നിന്ന് റിലീസായി. അപ്പൊ രണ്ടാമത്തെ കേസ് വീണ്ടും അവിടെ കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ പേരിൽ അദ്ദേഹം ഫൈൻ അടച്ചത് കൊണ്ടും ഈ രണ്ടാമത്തെ കേസ് കോർട്ട് തള്ളിക്കളഞ്ഞു. അതായത് 2,40,000 ദിർഹത്തിന്റെ കേസ് വെറും 10,000 ദിർഹം അടച്ച് സ്വർഗത്തിലെ ദൈവം പൂർണ്ണമായും എന്നെ അതിൽ നിന്നും വിടുവിച്ചു. ദൈവനാമത്തിന്